ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഈ ഒരു പുണ്യമാസത്തിൽ തന്നെ ഇതുപോലെ എനിക്കൊരു പള്ളീൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയതിൽ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ നമ്മുടെ സൈറ്റ് വിസിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വന്നിട്ടുള്ളത് വടപ്പുറത്തുള്ളൊരു പള്ളിയിലാണ് കേട്ടോ. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൈറ്റ് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറി മുകളിലേക്ക് ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, റമളാനിൻ്റെയൊക്കെ ഒരു പുണ്യമാസത്തിൽ തന്നെ ഈ ഒരു പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ അപ്പോൾ ഞങ്ങൾ താഴെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. കാലൊക്കെ കഴുകി എല്ലാവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഞാനും അതിനകത്തേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി അകത്തേക്ക് കയറിയപ്പോൾ. പിന്നെ ഞാൻ ആ ഭാഗങ്ങളുള്ള വീഡിയോസ് ഞാൻ എടുത്തില്ല, എൻ്റെ ഫോണ് വണ്ടിക്കകത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അൻവറിക്കാൻ്റെ ഫോണ്, അപ്പോൾ അൻവർക്ക് എന്നോട് ചോദിച്ചു വീഡിയോസ് ഒന്നും എടുക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ നമ്മുടെ ബോസാണെങ്കിലും കൂടെയുള്ള സ്റ്റാഫുകളാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ അവരെന്നെ എൻ്റെ അടുത്ത് പറയും വീഡിയോസ് ഒന്നും എടുക്കണില്ലേ എന്ന് അൻവർക്ക് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അൻവറിക്കാൻ്റെ ഫോൺ എനിക്ക് തന്നു. അപ്പോൾ അൻവറിക്കാൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹയർ കപ്പാസിറ്റി തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. വലിയൊരു പള്ളിയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ വന്നിട്ട് ഞങ്ങളെല്ലാം കാണിച്ചു, എല്ലായിടവും കാണിച്ചു തന്നു. സൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ എന്താ പറയുക, മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തു. പിന്നെ അവർ റീഡിങ് സമയത്തുള്ള കറണ്ട് ബില്ലും കൂടെ നമുക്ക് വേണം, എങ്കിലുള്ളൂ അവിടെ എത്രയാണ് കിലോവാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള അറിയാം. പക്ഷേ ഇവരിത് ഞാൻ പറഞ്ഞല്ലോ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കറണ്ട് ബില്ലൊക്കെ വരണേ ഉള്ളൂ. ഒരു മാസമൊക്കെ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് ഇവർക്ക് കറണ്ട് ബില്ല് വന്നിട്ടില്ല, കാരണം അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കറണ്ട് ബില്ല് കാണിച്ചാലുള്ളൂ അവർക്ക് അവിടെ എത്രയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുക. ജസ്റ്റ് ഞങ്ങളതിൻ്റെ മുകളിൽ കയറി റൂഫ് എങ്ങനെയാണെന്നൊക്കെ നോക്കി, അതായത് ഗൂഗിൾ എർത്തും കാര്യങ്ങളും സൗത്തും വെസ്റ്റ് അങ്ങനെ നമ്മളതൊക്കെ കയറിയിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ. തിരിച്ച് പിന്നെ ഞങ്ങളതിൻ്റെ ബാക്കിലൂടെ പോവുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സാറ് ഞങ്ങൾക്ക് അവിടുത്തെ അതായത് അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. താഴെ ഒരു പള്ളിയിലും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അവർക്ക് 300 പേർക്കൊക്കെ ഇരുന്ന് ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഭക്ഷണം കഴിക്കാനുള്ളൊരു ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നു കേട്ടോ. ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഇപ്പോൾ ഈ ഒരു സമയത്ത് അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് കാരണം ഇവർക്ക് നോമ്പും തുറക്കാനും ഇഫ്താർ വിരുന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ സൗകര്യമായെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ നമുക്കവിടെ തുറന്ന് അവർ കാണിച്ചു തന്നു കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ശരിക്കും, അത് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ സാറ് ഞങ്ങൾക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് പെരിന്തൽമണ്ണ KVRൻ്റെ ഒരു കാർ ഷോറൂമിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കയറാൻ നോക്കി, പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ മുകളിലേക്ക് കയറിയില്ല. ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ നിന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തത്. അതിനിടയിൽ നമ്മുടെ ബോസ് അൻവറിക്ക കാറിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു കേട്ടോ, എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ. അതും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു KVRൻ്റെ ഒരു മാസത്തെ കറണ്ട് ബില്ലെന്ന് പറയണത് തന്നെ വലിയൊരു ചാർജ് വരുന്നുണ്ട്. അതായത് 1,48,000 ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു മാസത്തെ കറണ്ട് ബില്ലെന്ന് പറയണത്. അപ്പോൾ റൂഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ സൈഡിൽ പുറകുവശത്ത് പോയിട്ടാണ് നോക്കിയിട്ടുള്ളത്. അങ്ങനെ മുകളിലേക്ക് അങ്ങനെ കയറിയിട്ട് നോക്കാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിൽ പോയി നിന്നിട്ടാണ് ഞങ്ങളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന സൈറ്റ് എന്ന് പറയണത് ഒരു വീടായിരുന്നു കേട്ടോ. KVRൻ്റെതും ഹയർ കപ്പാസിറ്റി തന്നെയാണ് കേട്ടോ, വലിയ ഷോറൂമാണല്ലോ അവരുടെ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നീട് പോണത് വേറൊരു വീടായിരുന്നു. അവിടെ വിസിറ്റ് ചെയ്തു. ഇവിടെ ഞാൻ കുറച്ച് അധികം നേരം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം ഒരുപാട് ചെടികളും അതുപോലെ പ്ലാന്റ്സും ഒക്കെ ഉള്ളൊരു വീട് കേട്ടോ. അവിടുത്തെ ഉപ്പയാണ് അതിൻ്റെ ഒരു പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ബറാവ ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്, പിന്നെ ചെറി, അങ്ങനെ ഒരുപാട് തരം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസുകളൊക്കെ അവിടെ കണ്ടു കേട്ടോ. നമ്മൾ ഈ പുൽത്തൈലമായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു തൈ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ആ ചെടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിക്സ്, നമുക്ക് അതിൻ്റെ ഒരു തുളസി പോലെയാണ്, പക്ഷെ അത് സ്മെല്ല് ചെയ്യുമ്പോഴാണ് എന്താ പറയുക, അസൽ നമ്മൾ ആ ഒരു വിക്സ് നമ്മൾ തേക്കുന്ന അതേ ഒരു സ്മെല്ല്, അങ്ങനത്തെ ചെടികളുണ്ടായിരുന്നു. ഇതാണ് ബറാവ ഫ്രൂട്ട്. എനിക്കിതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, രഹസ്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു. അവർ ഓരോന്നിൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ മറന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസമായി ഞാൻ എടുത്ത് വെച്ചിട്ട്, എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയത് കൊണ്ടാണ്. അന്നായിരുന്നെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേയൊക്കെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു, അതൊക്കെ മറന്നുപോയി.
പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞല്ലോ, അത് ആ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പുളിയുള്ള എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി അറിയില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ കഴിച്ച് നോക്കി. ഈ ബറാവ ഫ്രൂട്ട് എന്ന് പറയുന്ന സംഭവം അത് ബറാവ കഴിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ കുരു നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. കാറിൻ്റെ ആ ഒരു സൈഡിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ ബറാവ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര പുളിയായിരുന്നു. അതൊന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചപ്പോൾ നല്ല മധുരം. അപ്പോൾ ആദ്യം അങ്ങനെ കഴിച്ച് നോക്കിയതാണ്. ഫസ്റ്റ് കഴിച്ചപ്പോൾ നല്ല പുളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് പിന്നെ ഞങ്ങളത് കഴിച്ചപ്പോൾ നല്ലൊരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ ചെടിച്ചട്ടിയൊക്കെ അവർ എന്തോരം വലിയ ചെടിച്ചട്ടിയാണെന്നറിയോ, അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണെന്നറിയോ, ഇതൊക്കെ നോക്കി നടത്താൻ കൂടെ ഒരാളെപ്പോഴും ഉണ്ടാവണമല്ലോ അല്ലേ, പരിപാലിക്കാൻ. എങ്കിലും ഇതൊക്കെ നല്ല കെയറിങ് കൊടുത്താലാണല്ലോ തിരിച്ച് അവർ നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം തരിക. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണത് അവരുപ്പയാണെന്ന് അവരുടെ മോൻ പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ അടുത്ത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചെടികളുടെയൊക്കെ തൈ തന്നിട്ടുണ്ടായിരുന്നു, വിത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ കോവയ്ക്ക, ഫ്ലാഷൻ ഫ്രൂട്ട്, മാങ്ങ, ചക്ക, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ ആണോ അതോ കൊണ്ടുവച്ചതാണോ? അല്ല, അത് വാങ്ങിച്ചതാണ്. എല്ലാവരും നട്ടിട്ടുണ്ട് ഉപ്പൂപ്പ. എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ല, സ്നേക്ക് പ്ലാന്റ്. ഇത് നല്ല ഓക്സിജൻ. ഉപ്പൂപ്പ ഈ ചെടിച്ചട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പെൻസ് മുടക്കുണ്ടാവും. നോക്ക് വെച്ചിട്ട്. എന്താ അതിൽ കുരുമുളകാണേ? കുരുമുളക്. ഇതൊക്കെ ഇഷ്ടമായി. ലീഫ് അത് ഭംഗിയുണ്ട്. ഇത് ഒരു പ്രത്യേക തരം ഷോ ലീഫാവും ചിലപ്പോൾ അതൊക്കെ അല്ലേ. ഇത് മുള പോലെയുള്ള എന്തോ സംഭവം. ഇത് അത് നോക്ക്, നമ്മൾ ഇത് നല്ല സ്മെല്ലാണ്. ഇത് നമ്മള് പുൽത്തൈലം ഉണ്ടാക്കാൻ ഉപയോഗിക്കണേ. അതാണ്. ഇത് കോഫിയിലൊക്കെ ഇട്ട് കുടിക്കും, നല്ലൊരു ഫ്ലേവർ വരും. നമ്മളെ ലോഷന് ലിക്വിഡൊക്കെ ആയിട്ട് അകത്ത് ഉപയോഗിക്കുമല്ലോ. ഇത് നോക്കേ, ഇതെന്താ അറിയോ? എനിക്കത് മനസ്സിലായി എന്താന്ന്. അത് എന്താ? വിക്സ് തുളസി. അത് ഇത് പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇത് ചാമ്പയാണടാ? അല്ല, ചാമ്പയല്ല. ഇത് വേറെ എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ തയ്യാ. അത് തന്നെയാണോ എന്നൊരു ഡൗട്ടുണ്ട്. ബറാവ അല്ലെങ്കിൽ മിറാക്കിൾ ഫ്രൂട്ട് ഇല്ലേ, അതിൻ്റെ തയ്യല്ല. ഇത് കണ്ടിട്ടുണ്ടോ നീ? ഈ വണ്ടി ഇത് പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി ഉണ്ട് കാണാൻ. ഇത് എന്ത് മുല്ലേ? അത് മുല്ലയുടെ സ്മെല്ലൊന്നുമില്ല. ഇത് നാരങ്ങ എന്താണെന്ന് തോന്നുന്നു. നാരങ്ങ ഇതിൻ്റെ പുള്ളിയില. പേര, ചെറിയ പേര തൈ. അതല്ല, ഇതിൽ വെറൈറ്റി ആയിട്ട് തോന്നില്ല. ചട്ടികൾ നോക്കിയാൽ നീ നല്ല വലുപ്പത്തിനുള്ള അല്ലേ? അതെന്ത് ചെടിയാ? കമ്പും ചുള്ളി മാത്രമേ ഉള്ളൂ, ഇല കാണുന്നില്ല. ഇല ഇല്ലാത്തൊരു ചെടിയില്ല. ഇത് കരിനിച്ചി. പിന്നെ ഒരു കുറച്ച് ഇല കിട്ടുമോ? ഏതിൻ്റെ? നിനക്ക് എന്തിനാ കൊടുക്കാന്? കരിനിച്ചിയോ? കരിനിച്ചി എന്തിനാ? ചെടിയല്ലേ ഇത്? പൈനാപ്പിളാ ആണോ? എന്താണ്? ഓർണമെന്റൽ പൈനാപ്പിൾ. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ചെടികളൊക്കെ അവിടുന്ന് ആ ഉപ്പ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പോകുന്നത് സൈറ്റിലേക്കല്ല പിന്നെ പോകണം, തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഞങ്ങൾ അനൂപേട്ടൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷം കൂടെ ഒന്ന് കാണിക്കുകയാണ്. കൈകൊണ്ട് ടാറ്റ കാണിച്ച കൈകൊണ്ട് ടാറ്റ എടുത്ത് ടാറ്റല്ലേ?
അപ്പോൾ ഇതാ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് വണ്ടിയുടെ ചാർജ് തീർന്നപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.